ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുക, എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. അതിൻ്റെ 5-ാം വാക്യം വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം പറയുകയാണ്, നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് നേരെയാക്കണം. അതിൻ്റെ അർത്ഥം ഈ ജനത്തിൻ്റെ നടപ്പും പ്രവൃത്തിയും ശരിയല്ല എന്നല്ലേ? പ്രിയരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കൊത്തവണ്ണം നമ്മുടെ നടപ്പ് കൊണ്ടുപോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മുടെ നടപ്പ് ശരിയാക്കാനാണ്. പലപ്പോഴും പലരും സാഹചര്യങ്ങൾക്കൊത്തവണ്ണം നടക്കാറുണ്ട്. പക്ഷെ ദൈവത്തിന് അത് ഇഷ്ടമല്ല. ഇവിടെ ദൈവം പറയുന്നു, നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവരുടെ പ്രവൃത്തി ശരിയല്ല എന്നല്ലേ? എൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട്, പരദേശിയെയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെ, കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചിന്തിക്കാതെ, നിങ്ങൾക്ക് ആപത്തിനായി അന്യദേവന്മാരോട് ചെന്ന് ചേരാതെയും ഇരിക്കുന്നു എങ്കിൽ. അതിൻ്റെ അർത്ഥം ഇവർ സാഹചര്യത്തിനൊത്തവണ്ണം ഇവരുടെ സമ്പ്രദായങ്ങളും ഇവരുടെ ജീവിതശൈലികളും ഇവർ മാറ്റുന്നു എന്നല്ലേ? ഈ സത്യദൈവത്തെ അറിഞ്ഞിട്ട് മറ്റു മേഖലകളിലോട്ട് തിരിയുന്നു എന്നല്ലേ? അവിടെയാണ് ദൈവം പറഞ്ഞത്, നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കുകയും. എൻ്റെ അടുത്ത ഭാഗം പറയുന്നു, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശമായ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നേക്കും വസിക്കുമാറാക്കും. നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജ വാക്കുകളിൽ ആശ്രയിക്കുന്നു. പ്രിയരേ, വചനം പറയുകയാണ്, ഈ ദൈവത്തെ അറിഞ്ഞിട്ട്, ഈ സത്യസുവിശേഷം അറിഞ്ഞിട്ട് വ്യാജത്തിലേക്ക് തിരിയുന്ന, ദൈവഹിതമില്ലാത്ത ചില അശേരകളിലേക്കും ബാലിലേക്കും തിരിയുന്ന ജനത്തോട് ദൈവം പറയുന്നു, നിങ്ങൾ പ്രവൃത്തിയും നടപ്പും നേരെയാക്കുവിൻ. ഈ കാലഘട്ടത്തിൽ ഈ കർത്താവിനെ അറിഞ്ഞിട്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മറ്റന്യദേവന്മാരെ, മറ്റന്യ ആരാധനകൾക്കകത്ത് ചെന്ന് ആശ്രയിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞായറാഴ്ച സഭാരാധനയിലുണ്ട്, പ്രാർത്ഥനയുണ്ട്, വചനമുണ്ട്. പക്ഷേ അവരുടെ തൽക്കാല കാര്യം നടക്കാൻ വേണ്ടി ചിലർ പറയും, രോഗസൗഖ്യം നടക്കാൻ ഇന്ന സ്ഥലത്ത് പോയാൽ മതി. അങ്ങനെ ഈ പുസ്തകം മടക്കി വെച്ച് പോയിട്ട് ഞായറാഴ്ച വന്ന് ഈ പുസ്തകം ഇടർത്തുന്നവരുണ്ട്. വചനം പറയുന്നു, പ്രിയരെ, നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നേരെയാക്കിയില്ലെങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന വഴിയെ നടക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്, അല്ലാതെ സാഹചര്യത്തിനൊത്തവണ്ണം നമ്മുടെ ഇഷ്ടത്തിന് നടക്കാനല്ല. നമ്മുടെ നടപ്പ് നേരെയായ, നമ്മുടെ പ്രവൃത്തി നേരെയായ, നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മെ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനകത്ത് നമ്മെ വസിക്കുമാറാക്കും എന്ന് വിശ്വസിച്ച് ആത്മാവിൽ ഈ കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.